പക്ഷെ ചിരിക്കി ഇറക്കത്തും ചിരിക്കാൻ പറ്റില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ബ്രെഡും ഇതൊക്കെ വാങ്ങിച്ച് പോകണം ഞങ്ങളുടെ ഏട്ടൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ മോൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. പനിച്ച് ഇപ്പോൾ മാറി ആൾ ഓക്കെ ആയിക്കണ്. പക്ഷെ ഞങ്ങൾ പോണത് ഇപ്പോഴാട്ടോ, കുഞ്ഞിനെ കാണാനൊക്കെ പോവുകയാണ്. അപ്പോൾ ബ്രെഡാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളുടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ തനുമോളും അവളുടെ അപ്പാപ്പനും കൊടുക്കുന്ന സംസാരിച്ച് കളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമിത പനിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകില്ല, പക്ഷേ പനിയൊക്കെ മാറി. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ഏറ്റവും ഫസ്റ്റ് നോക്കുന്നത് ഈ വീടിൻ്റെ ബാക്കിൽ തോടാട്ടോ. നമ്മൾ പണ്ടത്തെ തോടാണ്. പണ്ട് ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അപ്പുറത്തൊക്കെ വീടായിട്ട് ഒരു പ്രൈവസി ഇല്ലാതായി തോടിൻ്റെ ഭംഗി തന്നെ പോയിട്ടാണ്. പക്ഷെ വെള്ളമില്ല, വെള്ളം കുറവാണ്. എന്താ പറയുക, ഇപ്പോൾ മഴ കുറവാണല്ലോ. പക്ഷേ ഈ തോട്ടിൽ ഭയങ്കര രസമാട്ടോ. പണ്ടൊക്കെ നല്ല ഭംഗിയാണ്. അയ്യോ, അപ്പോൾ ഞങ്ങളെ കണ്ടവിടെ നമ്മൾ അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മ ഭയങ്കരമായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പുട്ട് ഞങ്ങൾക്കല്ല കേട്ടോ, പുട്ട് അനാമിക്കാണ്. അനാമിക്ക് ഭയങ്കര വിഷമാണ്, അത്ര വിശപ്പ്. കാരണം കുറേ പനിച്ച് കിടന്നല്ലേ, അപ്പോൾ വിശപ്പാണ് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അനാമിക്കുള്ള പുട്ടാണ്, ഞങ്ങൾക്കുള്ള പുട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പാൽച്ചായ ഒക്കെ ഉണ്ടാക്കി. പാൽച്ചായ ഉണ്ടാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ രണ്ട് പോത്താൾ ഹെൽപ്പ് ചെയ്തിട്ടോ, അവിടെ അങ്ങനെ പോയിരുന്നു മണ്ടന്മാർ. എന്നിട്ട് ഞങ്ങൾ കുറേ ചായ ഒക്കെ ഉണ്ടാക്കി, കുറേയല്ല ഞങ്ങൾക്ക് വേണ്ട ചായ ഒക്കെ ഉണ്ടാക്കി. നമ്മുടെ അമ്മ കേട്ടോ അത് ചായ ഉണ്ടാക്കുന്ന ഞാൻ നല്ല വീഡിയോ എടുത്ത് സഹായിച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ നല്ല പാലിലാണ്, സൂപ്പർ ചായ കേട്ടോ. അപ്പോൾ നമ്മൾ ജിഷ്ണയ്ക്ക് പാൽ ചായ പറ്റില്ല, അപ്പോൾ അവൾക്ക് വേണ്ടി കട്ടൻ ചായ ഉണ്ടാക്കി. എനിക്കും ശ്രീക്കും ഞങ്ങളും അങ്ങനെ ഞാനും ചായ കുടിക്കാറില്ല. പക്ഷേ എന്താ പുറത്ത് പോയാലും ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, ചായ വേണ്ടാവെന്നും പറയാറില്ല. ഞാൻ കുടിക്കാറുണ്ട്, അതായത് നല്ല ആസ്വദിച്ച് തന്നെ കുടിക്കാറുണ്ട്. പക്ഷേ ശ്രീ ചായൻ്റെ മര കേട്ടോ. സ്ത്രീക്ക് നല്ല കടുപ്പും വലത്തൊക്കെട്ട ചായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരത്തെ ഞാൻ വേറെ സംഭവം കാണിച്ചില്ല, കണ്ടുള്ളൂ. ഹലോ, അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം ആയപ്പോൾ ഒന്നും കഴിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വരുന്ന വഴിക്കും കുറച്ച് ലൂസ് സേമി വാങ്ങിച്ചു. റോസ്റ്റഡ് സേമിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് സേമിട്ട് ഞങ്ങൾ പായസം വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ അമ്മ ഉപ്പുമ ഉണ്ടാക്കാം, പായസം ഇപ്പോൾ പാലില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉപ്പുമ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചതാണ്. തേങ്ങ ചിരവിയത്, പിന്നെ ഉള്ളി, ക്യാരറ്റ്, മുളക്, ഇഞ്ചി, അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത് സേവി തുടങ്ങാം. ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകിട്ട് ജസ്റ്റ് ഒന്ന് വറവുണ്ടാക്കുന്നു. അതിലേക്ക് ഉള്ളി അരിഞ്ഞിടുന്നു. ഉള്ളി ഒന്ന് ജസ്റ്റ് ഉപ്പിട്ട് വാട്ടിയതിന് ശേഷം എന്താ പറയുക, നല്ല ചെറിയ കുഞ്ഞീതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മളേക്ക് ക്യാരറ്റ്, ഇഞ്ചി, മുളക്, തേങ്ങ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇളക്കുന്നു കേട്ടോ. അപ്പം ഞാനും ഇച്ചുകുട്ടനും കൂടി എന്തിനാക്കാം, ഞങ്ങൾ ഉപ്മാ ഉണ്ടാക്കാൻ പോകാം. കഴിച്ച് പറഞ്ഞാൽ അപ്പോൾ ഉപ്മാ ഉണ്ടാക്കാൻ പോകണം. നമ്മളൊരു കടിക്കാൻ പാകത്തിന് ഓവറുണ്ട് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് ഉള്ളി വെച്ചിട്ട് കടിക്കാൻ വേണം. ആ ഒരു ഭാഗത്ത് നമുക്ക് എടുക്കട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഇച്ചോ നമ്മൾ നോക്കണ്ട, നമുക്ക് സെയിം ഇടാം. കുറച്ച് ഇടാൻ പാടുള്ളതൊക്കെ പറയും, പക്ഷെ നമ്മൾ കുറേ ഇടും. കുഞ്ഞാപ്പിക്ക് സെയിം ഉപ്മാ വേണ? കുഞ്ഞാപ്പിക്ക് ഉപ്മാ വേണ? ചിച്ചാണി ഇല്ല, ലോ ഫ്ലെയിം ചിച്ചാണി. കുഞ്ഞാമി നമ്മുടെ ഇച്ചുട്ടൻ്റെ ചോറൂണൊന്നും കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഒന്നും കൊടുക്കാറില്ല. പാല് മാത്രമേ കുക്കിലുള്ളൂ പറഞ്ഞാളാ, കുഞ്ഞ് വിശക്കുന്നുണ്ട് കേട്ടോ. പവാച്ചുണ്ട് ആക്കുന്നുണ്ട്, കുഞ്ഞിന് വിശക്കുന്നുണ്ട്. വാവയ്ക്ക് വിശന്നപ്പോൾ ഞാൻ പിന്നെ പാലെടുക്കാൻ പോയിട്ട് പിന്നെ ജിഷ്ണയാണ് നമ്മുടെ ഈ സേമിയൻ്റെ മാമൻ റെഡിയാക്കിയിട്ട്. പിന്നെ ഇടയിൽ വന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വാട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി വേവിച്ച സേമിയല്ല, വലിയ വേവൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഔട്ട്പുട്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പോൾ അത്രേ ഉള്ളൂ.